എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയനാട് സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനായി നമുക്ക് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, സവാള, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്തൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഒരല്പം മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ വരെ വേവിക്കുന്നത് നല്ലതാണ്. കാരണം ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് നമ്മൾ അത് വേവിച്ചെടുക്കേണ്ടത്. ബീഫിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണ്. അതനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടിയുമാണ് ഞാനിടുന്നത്. നിങ്ങൾക്കും നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കാം. നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു 8 വിസിൽ അടുപ്പിച്ചായിരുന്നു. ഇനി നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് അധികം കരിയരുത്. ഒരു മീഡിയം പരുവത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കിടാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു അരമുറി തക്കാളി കൂടി ഇടുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ നമ്മളിതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ട കൊണ്ടാണ്. നിങ്ങൾക്കും അതനുസരിച്ച് ഉപയോഗിക്കാം. എരിവ് വേണ്ടവർക്ക് എരിവിടാം, അല്ലാത്തവർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മീറ്റ് മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫിലെ വെള്ളം വറ്റുന്നിടം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. നമ്മളിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വയനാട് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ. താങ്ക്